എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിലാണ്. മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ് ഈ ഫാം. ഗ്രീൻ വാലി എന്നാണ് പേര്. മണ്ണിനെ പ്രണയിച്ചവർ കാർഷിക കൂട്ടായ്മയിലെ ഒരു ചെറിയ മീറ്റപ്പാണ് ഇന്ന് ഇവിടെ വെച്ച് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച 10-ാം തീയതിയാണ് ഈ ഒരു മീറ്റപ്പ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം. കുലകുലയായി തൂങ്ങി നിൽക്കുന്ന സീഡ്ലെസ് ലെമൺ ഒരു മനോഹര കാഴ്ച തന്നെയായിരുന്നു. ഇവിടെ മെയിൻ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് മയമറയ്ക്കുള്ളിൽ ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ്. നല്ലൊരു കാഴ്ചയായിരുന്നു ഇത്. നവംബർ മാസം ആയതിനാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ കഴിഞ്ഞിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ടും തേനും ചേർത്ത സ്പെഷ്യൽ ജ്യൂസുമായാണ് ഉമ്മർകുട്ടിക്ക ഞങ്ങളെ സ്വീകരിച്ചത്. ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ജ്യൂസായിരുന്നു ഇത്. മണ്ണിനെ പ്രണയിച്ചവർ കാർഷിക കൂട്ടായ്മയിലെ ഒട്ടു കുടുംബക്കാരും ഈ ഒരു മീറ്റപ്പിൽ പങ്കാളികളായിരുന്നു. മണ്ണിനെ പ്രണയിച്ചവർ കാർഷിക കൂട്ടായ്മയിലെ ചെറിയൊരു ആദരം കൂടി ഉമ്മർകുട്ടിക്കക്ക് ഞങ്ങൾ നൽകിയിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ നല്ലൊരു ക്ലാസ്സും ഉമ്മർകുട്ടിക്ക ഞങ്ങൾക്കായി പങ്കുവച്ചു. ഞങ്ങൾക്കുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണവും ഉമ്മർകുട്ടിക്ക ഒരുക്കിയിരുന്നു. നല്ല മട്ട അരിയുടെ ചോറും സാമ്പാറും പച്ചടിയും അവിയലും നല്ല കിടു അച്ചാർ. ഇവിടെയുള്ള സീഡ്ലെസ് ലെമണിൻ്റെ ഒരു സൂപ്പർ അച്ചാറായിരുന്നു. അത് ഉമ്മർകുട്ടിക്കയുടെ വൈഫിൻ്റെ സ്പെഷ്യലായിരുന്നു. പിന്നെ നമ്മുടെ കാപ്പാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്തിയ ഖദീജത്തയുടെ ചട്ടിപ്പത്തിരി, അതുപോലെ മൻസൂർക്കയുടെ സ്പെഷ്യൽ കേക്ക്, അതുപോലെ അഫ്നാൻ നമുക്ക് മാന്തോളി നാരങ്ങ കൊണ്ടുവന്നിരുന്നു. അതായത് ബബ്ലൂസ് നാരങ്ങ. അതുപോലെ മുസ്തഫക്ക എല്ലാവർക്കുമായിട്ട് പയർവിത്ത് കൊണ്ടുവന്നിരുന്നു. പിന്നെ നമ്മുടെ ദീപ ചേച്ചിയുടെ സ്പെഷ്യൽ ബർക്കിയും ഉണ്ടായിരുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബബന്ധം എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. കൂടിയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഇനിയും ഇതുപോലെയുള്ള മീറ്റപ്പുകളും ടൂറുകളും പ്ലാൻ ചെയ്യണമെന്നുള്ള പുതിയൊരു തീരുമാനമായിട്ടാണ് എല്ലാവരും പിരിഞ്ഞിട്ടുള്ളത്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ആയിരുന്നതിനാൽ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിരുന്നു. മണ്ണിനെ പ്രണയിച്ചവർക്ക് ഇതിലും വലിയ സന്തോഷം എന്താണ് കിട്ടാനുള്ളത്? ഈ ഒരു ഫാമിലെ കാഴ്ചകൾ വളരെ സന്തോഷം തരുന്നതായിരുന്നു. ഓരോ ഫ്രൂട്ടും അതുപോലെ ഓരോ ചെടികളും ഞങ്ങൾ അത്രയ്ക്കും സന്തോഷത്തോടെ തന്നെ തൊട്ടും തലോടിയും രുചിച്ചും അറിഞ്ഞും ഞങ്ങൾ ഈ ഒരു ഫാമിലൂടെ ചുറ്റും സഞ്ചരിച്ചു. അതുപോലെ തന്നെ ഇവിടെ മീൻ വളർത്തുന്ന ഒരു കുളമുണ്ട്. ഇതിലേക്കുള്ള വെള്ളം മഴവെള്ള സംഭരണിയിലൂടെ ശേഖരിച്ച് വെച്ച വെള്ളമാണ്. മഴ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഒരു വെള്ളം ശേഖരിക്കാൻ കഴിയുക. കാരണം ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം കുറവുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ടാണ്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ട്രമ്മിൽ നട്ടതാണ്. ഒരുപാട് മോഡലിൽ ട്രമ്മിൽ നട്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇവിടെ ട്രമ്മ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഐറ്റംസിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രമ്മിലായിട്ടും നിലത്തായിട്ടും ഒരുപാട് ഐറ്റംസിൽ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നാരകം കണ്ടോ? ഇത് എനിക്ക് തോന്നുന്നത് ഗണപതി നാരകമാണെന്നാണ് തോന്നുന്നത്. അത്രയ്ക്കും വലിയൊരു നാരകമായിരുന്നു. ഒരൊറ്റ കായാണ് ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അത്രയ്ക്കും വലിപ്പമുണ്ടായിരുന്നു. റാണിമോളുടെ അടുത്ത് കൊടുത്തപ്പോൾ കണ്ടോ അത്രയ്ക്കും വലിപ്പമുണ്ട്. ആ വലിപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റാണിമോളുടെ അടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. റാണിമോൾക്ക് അത് എടുക്കാൻ പോലും പറ്റാത്തത്ര വെയിറ്റ് ഉണ്ടായിരുന്നു അത്. മറ്റോവയും കായ്ച്ചു നിൽക്കുന്നതായി കണ്ടു. പക്ഷേ മറ്റോവ ടേസ്റ്റ് നോക്കാനായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നില്ല. ഏതാ വെറൈറ്റി എന്നറിയില്ല. എങ്കിലും ഒട്ടുമിക്ക പഴങ്ങളും ഞങ്ങളെല്ലാവരും ടേസ്റ്റ് നോക്കിയിട്ടാണ് ഇവിടുന്ന് പോന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പശു വളർത്തലും ഇവിടെ ഉണ്ടായിരുന്നു. റാണിമോൾക്ക് ഈ ഒരു പശുവിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. അബിയു കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മരം നിറയെ അബിയു കായ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ തന്നെ നിർമ്മിക്കുന്ന ജൈവവളമാണ് ഈ ഒരു എല്ലാ ഫ്രൂട്ടിനും എല്ലാ ചെടികൾക്കും കൊടുക്കുന്നത്. ഇത് വിയറ്റ്നാം സൂപ്പർ ലെയറിയാണ്. അതും കായ്ച്ചു നന്നായിട്ട് മൂത്ത് നിൽക്കുന്ന ചക്കയുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു ഫാമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.